ഇന്ന് മലേഷ്യയിലെ 3-ാം ദിവസമാണ്. രാവിലെ 8 മണിയോടെ തന്നെ റൂമിൽ നിന്നിറങ്ങി. താഴെ ബസ്സുമായി ഗൈഡ് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുറേ അധികം സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. നാഷണൽ മോണുമെൻറ്റും ഇൻഡിപെൻഡൻസ് സ്ക്വയറും കിങ്സ് പാലസും ചോക്ലേറ്റ് ഫാക്ടറിയും അങ്ങനെ കുറേ അധികം സ്ഥലങ്ങൾ ഇന്ന് കാണുവാനുണ്ട്. ആദ്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അതിനുശേഷം പോയത് തീൻ ഹോ ടെമ്പിൾ കാണാനാണ്. കോലാലംപൂരിലെ പ്രശസ്തമായ ഒരു ചൈനീസ് ക്ഷേത്രമാണിത്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദിക്കും. പ്രവേശനത്തിന് പ്രത്യേകമായ എൻട്രി ടിക്കറ്റുകളൊന്നുമില്ല. 6 നിലയിലായാണ് ഈ ചൈനീസ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗൈഡ് നടന്നതിന് പിന്നാലെ ഞങ്ങളും നടന്നു. ആദ്യം മുകളിലേക്കാണ് പോയത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗോഡസ് ഓഫ് മേഴ്സിയാണ്. പിന്നെയുള്ള 2 പ്രതിഷ്ഠകൾ ഗോഡസ് ഓഫ് വാട്ടർ ഫ്രണ്ടും ഗോഡസ് ഓഫ് സീയുമാണ്. ചൈനീസ് വാസ്തുകലയിൽ തീർത്ത ഒരു ക്ഷേത്രമാണിത്. ഈ യെല്ലോ നിറത്തിലുള്ള പില്ലറുകൾ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ക്ഷേത്രത്തിനകത്ത് ചെറു ബോക്സുകൾ അടങ്ങിയ ഒരു ലോഹപാത്രവും കുറേ സ്റ്റിക്കുകളുമുണ്ട്. ഓരോ ബോക്സിനും സ്റ്റിക്കിനും നമ്പറുകളുണ്ട്. ഈ സ്റ്റിക്ക് ഒരുമിച്ചിടുമ്പോൾ അതിൽ ഒരു സ്റ്റിക്ക് ഉയർന്നു നിൽക്കും. ആ സ്റ്റിക്കിൻ്റെ നമ്പറുള്ള ബോക്സ് നമ്മൾ തുറക്കണം. അതിലാണ് നമ്മുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ വരുന്നവരെല്ലാവരും ഇതുപോലെ സ്റ്റിക്കുകൾ കൊണ്ട് ചെയ്തു നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. എല്ലാവരും അവർക്ക് കിട്ടിയ നമ്പറുകളിലുള്ളത് വായിച്ച ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ ചുവന്ന നിറത്തിലുള്ള അലങ്കാര ബൾബുകൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലുള്ള പ്രത്യേകത. ചുറ്റുമുള്ള പാർക്ക്, ഗാർഡൻ എല്ലാം തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ കാഴ്ചകളാണ്. കുറേ സ്റ്റാച്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും എഴുതിയിട്ടുണ്ട്. ക്ഷേത്രം പോലെ മനോഹരമാണ് ക്ഷേത്രത്തിന് പുറത്തുനിന്നുള്ള കാഴ്ചകൾ. ചെറു കൃത്രിമ വെള്ളച്ചാട്ടങ്ങളുമൊക്കെയായി നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ചുറ്റും അലങ്കരിച്ചിരിക്കുന്നത്. ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലുള്ള ലഘുഭക്ഷണശാലയാണിത്. ടെമ്പിളിലെ വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലമാണോ എന്നറിയില്ല. പിന്നീട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ ഷോപ്പാണ്. കുറേയധികം ചൈനീസ് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണിത്. അവിടെ നിന്ന് നേരെ പുറത്തോട്ടേക്കുള്ള വഴിയാണ്. ടെമ്പിളിൽ സമർപ്പിക്കാനുള്ള പൂക്കൾ ആവശ്യക്കാർക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണിത്. ഈ പൂ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടേയില്ല. ഇതിൻ്റെ പല നിറത്തിലുള്ളവ ഉണ്ടായിരുന്നു. ഈ പൂക്കളുടെ കളറാണ് എന്നെ ആകർഷിച്ചത്. ടെമ്പിളിൻ്റെ പുറത്തെ കാഴ്ചകളാണിത്. കൃത്രിമ വെള്ളച്ചാട്ടങ്ങളും പൂന്തോട്ടവുമൊക്കെയായി നല്ല ഭംഗിയുള്ള ഒരു ഏരിയ. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു ആചാരം ഇവിടെയുണ്ട്. അവിടെ ഒരു പാത്രത്തിൽ നിറയെ ചന്ദനത്തിരികൾ നിറച്ച് വെച്ചിരിക്കും. അതിൽ നിന്ന് നമ്മൾ ചന്ദനത്തിരി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം അവിടെയുള്ള ഒരു പാത്രത്തിൽ കുത്തിവെക്കുക. ഇതിവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ആചാരമാണ്. ടെമ്പിളിന് പുറത്തുള്ള കാഴ്ചകളാണിത്. പുറത്ത് നിറയെ ദൈവങ്ങളുടെ സ്റ്റാച്ചുവും മൃഗങ്ങളുടെ സ്റ്റാച്ചു, കൃത്രിമമായ വെള്ളച്ചാട്ടങ്ങൾ, പോണ്ടിൽ നിറയെ മീനുകളും ആമയും എല്ലാം കൊണ്ട് മനോഹരമാണ് ക്ഷേത്രത്തിന് അകവും പുറവും.
ക്ഷേത്രവും പരിസരവും കണ്ട ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തിരിച്ചു. അടുത്തതായി കാണാൻ പോകുന്നത് മലേഷ്യയിലെ പാലസാണ്. ഇപ്പോഴും രാജഭരണം തുടരുന്ന രാജ്യങ്ങളിലൊന്നാണ് മലേഷ്യ. അവിടുത്തെ രാജാവിൻ്റെ പാലസാണിത്. പബ്ലിക്കിന് അകത്തേക്ക് പ്രവേശനമില്ല. പുറത്തുനിന്ന് പാലസ് കണ്ട് തിരിച്ചു പോരാം. മെയിൻ ഗേറ്റിന് സൈഡിലായി ചെറിയ ഗേറ്റുണ്ട്. അവിടെ കുതിരപ്പുറത്ത് ഇങ്ങനെ പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലായാണ് ഈ പാലസ്. വേറെയും പട്ടാളക്കാർ ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്തതായി ഞങ്ങൾ കാണാൻ പോകുന്നത് മലേഷ്യയിലെ ഒരു നാഷണൽ മോണുമെൻ്റാണ്. തുഗു നഗാര എന്നാണ് ഇതിൻ്റെ പേര്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ മലേഷ്യൻ പട്ടാളക്കാർ നേരിട്ട യാതനകളുടെയും ബുദ്ധിമുട്ടുകളെയും സ്മരിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച ഒരു സ്മാരകമാണിത്. 2 മനുഷ്യർക്ക് മീതെ തോക്കും കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 5 പട്ടാളക്കാരെയാണ് ഈ സ്തൂപത്തിൽ കാണുന്നത്. 1963-66 കാലഘട്ടത്തിലാണ് ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. വെങ്കലത്തിലാണ് ഈ സ്തൂപത്തിൻ്റെ നിർമ്മിതി. ഇതിനു ചുറ്റും ചെറുവെള്ളച്ചാട്ടങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരെയും കണ്ടില്ല. സന്ദർശകരെ നിയന്ത്രിക്കാനായി അവിടെ ആരുമില്ല. എങ്കിലും ആ പരിസരമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത്രയും വൃത്തിയായാണ് അവരവിടെ സംരക്ഷിക്കുന്നത്. മലേഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാച്യു ഇതാണ്. ഇവിടെ നിന്നാൽ മലേഷ്യയിലെ ഉയരമുള്ള പല കെട്ടിടങ്ങളും കാണാൻ കഴിയും. നല്ല മനോഹരമായാണ് ഇതിൻ്റെ നിർമ്മിതി. ഈ പോണ്ടിലെല്ലാം കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന താമരപ്പൂക്കളാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു സ്വിമ്മിംഗ് പൂളിനെ ഓർമ്മ വരുമെങ്കിലും ഒരു താമരക്കുളവും വാട്ടർ ഫൗണ്ടനും ചുറ്റുമുള്ള നിർമ്മിതികളുമെല്ലാം മനോഹരമായിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് മലേഷ്യയിലെ നാഷണൽ മോസ്ക് കാണാനാണ്. മോസ്കിന് പുറത്ത് ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒന്ന് നല്ല വെയിലായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ അനുവദിച്ചിരുന്നുള്ളൂ. അതിനാൽ പുറത്തുനിന്ന് കണ്ട് വേഗം തിരിച്ചു പോന്നു. പിന്നീട് ഞങ്ങൾ പോയത് മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കാണാനാണ്. മെർഡേക്ക സ്ക്വയർ എന്നും പ്രാദേശികമായി ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു ഗ്രൗണ്ട്. മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോൾ പരേഡെല്ലാം നടക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്. ഇതിന് ചുറ്റുമായി കുറേയധികം ഫ്ലാഗുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ വലിയൊരു ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയ സമയം നട്ടുച്ചയായിരുന്നു. നല്ല വെയിലായതിനാൽ ഗ്രൗണ്ട് മൊത്തമൊന്നും നടന്ന് കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ സന്ധ്യാസമയങ്ങളിൽ ഇവിടെ നല്ല ജനത്തിരക്കുണ്ടായിരിക്കണം. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കെട്ടിടമായ മെർഡക്കയാണ് ആ കാണുന്നത്. സിറ്റി ടൂറിനായുള്ള ഓപ്പൺ ഡബിൾ ഡക്കർ ബസ്സാണിത്. മനോഹരമായൊരു പൂന്തോട്ടം ഇവിടെയുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് എനിക്ക് കുറച്ചധികം സമയം നിൽക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആകെ അരമണിക്കൂർ മാത്രമാണ് ഇവിടെ സമയം അനുവദിച്ചത്. നല്ല വെയിലായതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് തിരിച്ചു കയറി. ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലെ ആ വലിയ കൊടിമരം. പിന്നീട് ഞങ്ങൾ പോയത് മലേഷ്യയിലെ ഈ ചോക്ലേറ്റ് ഫാക്ടറി കാണാനാണ്. Assalamualaikum. Yeah, welcome to Malaysia. Welcome to our Harrison boutique. My name is Tia. I'm your in-house dad. Nice to meet you, sir, madam, and miss. Special of our product here, Olisa, quality chocolate. Our chocolate is not easy to melt. Sir, madam, miss, for your information, is Asian for this product, ruby chocolate. The color of this cocoa ruby is natural, pink color, sir, madam. But no color added, no any berries flavor added. The color and the taste. Okay, before you go shopping. വ്യത്യസ്ത തരം ചോക്ലേറ്റുകളുടെ നിർമ്മാണം ഞങ്ങളവിടെ കണ്ടു. അവിടെ എല്ലാ ചോക്ലേറ്റിനെയും ചെറിയൊരു സാമ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും തരുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വളരെ കുറച്ച് ചോക്ലേറ്റുകൾ മാത്രമാണ് വാങ്ങിയത്. അവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ചോക്ലേറ്റുകൾക്കെല്ലാം നല്ല വില കൂടുതലായാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ വാങ്ങിയ ഒരു ചോക്ലേറ്റാണ് തിരാമിസുവിൻ്റെ വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ ഒന്ന് തിരാമിസുവിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ്. ഞങ്ങൾ വാങ്ങിയ മറ്റൊരു ചോക്ലേറ്റാണിത്, ജിഞ്ചറിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ്. അടുത്തത് ചെറിയ എരിവോട് കൂടിയ ചില്ലി ചോക്ലേറ്റാണ് വാങ്ങിയത്. അടുത്തതായി ഞങ്ങൾ പോയത് KL ടവർ കാണാനാണ്.
അവിടുത്തെ സ്കൈ ഡെക്കും ഒബ്സർവേഷൻ ഡെക്കുമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.